സംഭവം നടക്കുന്നത് കാസർഗോഡ് ജില്ലയിലെ ബളാലിൽ 6 കൊല്ലം മുൻപ് 2020 ഓഗസ്റ്റിലാണ്. ബളാൽ അരിങ്കലിലെ ഓലിക്കൽ ബെന്നിയുടെ മകൾ 16 വയസ്സുകാരിയായ ആൻമേരിക്ക് പെട്ടെന്ന് എന്തോ ഒരു അസുഖം പിടിപെട്ടു. വെള്ളരിക്കുണ്ട് സെൻറ്റ് ജൂഡ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അവൾ പഠിച്ചിരുന്നത്. അക്കൊല്ലം 10ാം ക്ലാസ്സിൽ ഉന്നത വിജയം നേടിയ അവൾ ഉപരിപഠനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിയാണ് പെട്ടെന്ന് അവൾ അവശയായി പോയത്. ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ മഞ്ഞപ്പിത്തമാണെന്നാണ് എല്ലാവരും കരുതിയത്. അങ്ങനെ ആൻമേരിയെ ഒരു നാട്ടുവൈദ്യനെ കാണിച്ചു. അയാൾ എന്തൊക്കെയോ നാട്ടുമരുന്നുകൾ അവൾക്ക് കൊടുത്തു. എന്നാൽ അത് കഴിച്ചതോടെ സ്ഥിതി വീണ്ടും വഷളായി. കുട്ടിയുടെ അവസ്ഥ വല്ലാതെ ഗുരുതരമായപ്പോൾ ജൂൺ 5-ന് അവളെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. എന്നാൽ ആശുപത്രിയിലേക്ക് മാറ്റി മണിക്കൂറുകൾക്കകം ആൻമേരി മരണപ്പെട്ടു. മരണം സ്ഥിരീകരിച്ചതോടെ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. ആൻമേരി മരിച്ചത് പച്ചമരുന്ന് ചികിത്സ കൊണ്ടാണോ എന്നറിയാനായി ചെറുപുഴ SI മഹേഷ് കെ നായർ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പോലീസ് സർജൻ ഡോക്ടർ ഗോപാലകൃഷ്ണ പിള്ളയോട് വിശദമായി സംസാരിച്ചു. അദ്ദേഹത്തിൽ നിന്നു കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസിന് സംശയം തോന്നിയത്. ആൻമേരി മരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ബെന്നിക്കും ഭാര്യ ബസിക്കും ഛർദി തുടങ്ങി. അങ്ങനെ ബെന്നിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലും ബസിയെ കണ്ണൂർ മിംസ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ബെന്നിക്ക് ആൻമേരിയെ കൂടാതെ 2 ആൺമക്കൾ കൂടിയുണ്ടായിരുന്നു, ആൽബിൻ ബെന്നിയും ബിബിൻ ബെന്നിയും. ബിബിൻ ബെന്നി താമരശ്ശേരി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയാണ്. ആൽബിൻ ബെന്നിക്ക് 22 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ഈ ആൽബിനും ദേഹാസ്വാസ്ഥ്യം വന്നു. അങ്ങനെ അവനെയും ആശുപത്രിയിൽ എത്തിച്ചു. ബെന്നിയുടെയും ബസിയുടെയും ആൽബിൻ്റെയും രക്തം പരിശോധിച്ചു. ബെന്നിയുടെയും ബസിയുടെയും രക്തത്തിൽ വിഷത്തിൻ്റെ അംശം കണ്ടെത്തി. എന്നാൽ ആൽബിൻ്റെ രക്തത്തിലാകട്ടെ വിഷത്തിൻ്റെ സാന്നിധ്യം ഇല്ലായിരുന്നു താനും. ഇതിനിടയിൽ ആൻമേരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അവളുടെ മരണത്തിന് കാരണം ഉള്ളിൽ ചെന്ന വിഷമായിരുന്നു. പോലീസ് ബെന്നിയോടും ഭാര്യയോടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. പക്ഷേ വിഷബാധയാണോ എന്നാണ് എല്ലാവരും സംശയിച്ചത്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ പോലീസ് അവരോട് ചോദിച്ചു. എന്നാൽ അവരാരും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പതിവില്ലാതെ കഴിച്ചത് ഐസ്ക്രീം ആയിരുന്നു. അതാകട്ടെ വീട്ടിലുണ്ടാക്കിയതുമായിരുന്നു. ആൽബിനും ആൻമേരിയും കൂടിയാണ് ഐസ്ക്രീം ഉണ്ടാക്കിയത്. അപ്പോൾ പോലീസിന് ഒരു കാര്യം ഉറപ്പായി, ഈ സംഭവത്തിൽ ആൽബിന് പങ്കുണ്ട്. അവൻ ദേഹാസ്വാസ്ഥ്യം അഭിനയിച്ചതാണ്. ഡോക്ടർമാരോട് സംസാരിച്ചപ്പോഴും ആൽബിൻ്റെ ശരീരത്തിൽ വിഷത്തിൻ്റെ അംശമില്ലെന്നാണ് അവർ തറപ്പിച്ചു പറഞ്ഞത്. ഇതോടെ ആൽബിനോടുള്ള സംശയം കൂടി. എന്തായാലും പോലീസ് ബെന്നിയുടെ വീട്ടിലെത്തി ബാക്കിയുണ്ടായിരുന്ന ഐസ്ക്രീം എടുത്ത് പരിശോധിച്ചു. ഇതിനുശേഷമാണ് പോലീസ് ആൽബിനെ ചോദ്യം ചെയ്തത്. ആദ്യം അവൻ എല്ലാം നിഷേധിച്ചു. ഒന്നും സമ്മതിക്കാൻ അവൻ തയ്യാറായില്ല. എന്നാൽ പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരുപാട് നേരം പിടിച്ചു നിൽക്കാൻ അവന് കഴിഞ്ഞില്ല. അവൻ കുറ്റം സമ്മതിച്ചു. ഐസ്ക്രീമിൽ വിഷം കലർത്തിയത് താൻ തന്നെയാണ്. ഐസ്ക്രീമിൽ വിഷം കലർത്തുന്നതിന് ഒരാഴ്ച മുമ്പ് വീട്ടിലുണ്ടാക്കിയ കോഴിക്കറിയിൽ അവൻ എലിവിഷം ചേർത്തിരുന്നു. പക്ഷേ വിഷത്തിൻ്റെ അളവ് കുറവായതുകൊണ്ട് ആ ശ്രമം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. വളരെ മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു ആൽബിൻ. അവൻ സ്ഥിരമായി അശ്ലീല വീഡിയോകൾ കണ്ടിരുന്നു. ഇത് യാദൃച്ഛികമായി അനിയത്തി ആൻമേരി കണ്ടു. ഇത് അവൾ അച്ഛനോടും അമ്മയോടും പറയുമോ എന്നവൻ ഭയപ്പെട്ടു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൻ അനിയത്തിയോട് മോശമായി പെരുമാറി. ഇതും അവൾ ആരോടെങ്കിലും പറയുമോ എന്നവൻ പേടിച്ചു. ചീത്ത കൂട്ടുകെട്ടുകൾക്കിടയിൽപ്പെട്ട ഒരാളായിരുന്നു ആൽബിൻ. അവൻ്റെ കൂട്ടുകാരൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിരുന്നു. അവരുടെ കൂടെ കൂടി ആൽബിനും മദ്യവും കഞ്ചാവും ഒക്കെ ഉപയോഗിച്ചു. ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ബെന്നിക്കും ബസിക്കും അവൻ്റെ കൂട്ടുകാരെ ഇഷ്ടമല്ലായിരുന്നു. അവർ പലതവണ മകനെ വിലക്കി ഈ കൂട്ടുകാരിൽ നിന്ന് അകലം പാലിക്കാൻ. എന്നാൽ അവൻ തയ്യാറായില്ല. മാത്രമല്ല തൻ്റെ കൂട്ടുകാരോട് ഇടപെടുന്നതിൽ നിന്ന് വിലക്കിയ അച്ഛനമ്മമാരോട് അവന് ദേഷ്യവും തോന്നി. താൻ അശ്ലീല വീഡിയോ കണ്ടതും മോശമായി പെരുമാറിയതും ആൻമേരി ആരോടെങ്കിലും പറയുമോ എന്നുള്ള ഭയം ഒരു വശത്ത്, കൂട്ടുകാരെ വിലക്കിയതിൽ അച്ഛനമ്മമാരോടുള്ള ദേഷ്യം മറുവശത്ത്. അവൻ്റെ ഉള്ളിൽ പകയുടെ ഒരു അഗ്നിപർവ്വതം പുകയുന്നത് ആരും കണ്ടില്ല. അവൻ ഉള്ളിലൊരു തീരുമാനമെടുത്തു. തൻ്റെ സ്വൈര്യ ജീവിതത്തിന് അച്ഛനും അമ്മയും അനുജത്തിയും എല്ലാം ഒരു തടസ്സമാണ്. അവരെ ഇല്ലാതാക്കണം. അവർ ഇല്ലാതായി കഴിഞ്ഞാൽ തനിക്ക് തൻ്റെ ഇഷ്ടം പോലെ ജീവിക്കാം. അങ്ങനെയാണ് അവൻ ചില പദ്ധതികൾ തയ്യാറാക്കുന്നത്. അതിനായി വീട്ടിൽ ഐസ്ക്രീം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ അനിയത്തി ആൻമേരിയെയും ഐസ്ക്രീം ഉണ്ടാക്കാൻ ഒപ്പം കൂട്ടി. പിന്നീടാണ് എല്ലാവരുടെയും കണ്ണു വെട്ടിച്ച് നേരത്തെ വാങ്ങി വെച്ചിരുന്ന വിഷം ഐസ്ക്രീമിലിട്ടത്. തൊണ്ടവേദനയാണെന്ന് പറഞ്ഞ് അവൻ ഐസ്ക്രീം കഴിച്ചില്ല. ഐസ്ക്രീം ഇഷ്ടമില്ലാതിരുന്ന അമ്മ ബസിക്ക് നിർബന്ധിച്ച് അവൻ ഐസ്ക്രീം കൊടുക്കുകയും ചെയ്തു. അനിയത്തി മരിച്ചപ്പോഴും അച്ഛൻ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായപ്പോഴും അവന് യാതൊരു കൂസലുമില്ലായിരുന്നു. കുറ്റം സമ്മതിച്ചതോടെ വെള്ളരിക്കുണ്ട് പോലീസ് ആൽബിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഹോസ്തിർക്ക് കോടതിയിൽ ഹാജരാക്കിയ ആൽബിനെ റിമാൻഡ് ചെയ്തു. ആൽബിന് ഒരു ദളിത് യുവതിയുമായി അടുപ്പമുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഒന്നിലേറെ കാമുകിമാർ അവനുണ്ടായിരുന്നു.
ദളിത് യുവതിയുമായുള്ള ബന്ധത്തെ അച്ഛനമ്മമാർ എതിർത്തതും അവരെ കൊലപ്പെടുത്താൻ ഒരു കാരണമായി. 5 ഏക്കർ ഭൂമി ഉൾപ്പെടെയുള്ള സ്വത്തെല്ലാം തൻ്റെ പേരിലാക്കാനും കാമുകിയുമായുള്ള ബന്ധത്തിന് തടസ്സമായി നിൽക്കുന്ന കുടുംബത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാനുമാണ് കൊലപാതകങ്ങൾക്ക് പദ്ധതിയിട്ടത് എന്നായിരുന്നു ആൽവിൻ പോലീസിനു നൽകിയ മൊഴി. കുടുംബം ഒന്നാകെ ആത്മഹത്യ ചെയ്തെന്ന് എല്ലാവരും കരുതുമെന്നും അവൻ കരുതി. സംഭവം നടക്കുന്നതിന് ഒരാഴ്ച മുൻപ് ബെന്നി മകന് 16,000 രൂപ വിലയുള്ള ഒരു മൊബൈൽ ഫോൺ വാങ്ങി സമ്മാനിച്ചിരുന്നു. ആ ഫോണിലെ ഇൻ്റർനെറ്റിലാണ് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കുടുംബത്തെ എങ്ങനെ കൊല്ലാമെന്ന് അവൻ പഠിച്ചത്. എലിവിഷത്തിൻ്റെ വീര്യവും അത് ഭക്ഷണത്തിൽ ചേർക്കേണ്ട അളവുമൊക്കെ താൻ മനസ്സിലാക്കിയത് ഇൻ്റർനെറ്റിൽ നിന്നായിരുന്നു എന്ന് ആൽവിൻ പോലീസിനോട് പറഞ്ഞു. ആൽവിൻ്റെ ചില കാമുകിമാരെയും പോലീസ് ചോദ്യം ചെയ്തു. അവരിൽ നിന്നും ചില നിർണായക വിവരങ്ങൾ പോലീസിന് കിട്ടി. ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ആൻമേരിക്ക് മഞ്ഞപ്പിത്തമാണെന്ന് കരുതി നാട്ടുവൈദ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സിച്ചതാണ് അവളുടെ മരണത്തിനിടയാക്കിയത്. ആ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ അവൾക്ക് ജീവൻ തിരിച്ചു കിട്ടുമായിരുന്നു. കാഞ്ഞങ്ങാട് DYSP MP വിനോദ് കുമാർ, വെള്ളരിക്കുണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പ്രേംസദൻ, SI ശ്രീദാസ് പുത്തൂർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. വെറും 7 ദിവസങ്ങൾക്കുള്ളിലാണ് പോലീസ് ഈ കേസ് തെളിയിച്ചത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെയും കാലവർഷക്കെടുതിയുടെയും തിരക്കുകൾക്കിടയിലാണ് പോലീസ് ഈ കേസ് തെളിയിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥരായ CI പ്രേംസദനും SI ശ്രീദാസും പോലീസിൽ ചേരുന്നതിന് മുൻപ് അധ്യാപകരായിരുന്നു എന്നതും ഒരു പ്രത്യേകതയാണ്.